ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 35 ആഴ്ചയായി. ആഴ്ച വെച്ച് നോക്കുമ്പോൾ മാസം വെച്ച് നോക്കുമ്പോൾ 8.5 മാസം ആവുന്നു. അപ്പോൾ 8 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽ ബാഗൊക്കെ എല്ലാവരും പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല, അങ്ങനെ വാങ്ങാറില്ല. എൻ്റെ ഫാമിലിയിലായാലും അങ്ങനെ മുൻകൂറായിട്ട് അങ്ങനെ വാങ്ങി വയ്ക്കാറില്ല. അപ്പോൾ അത് കൂടി നമ്മുടെ കയ്യിൽ ബേബിക്കുള്ളത് വെള്ളം കൊണ്ടാണ്. അപ്പം കുടിപ്പിക്കാനായിട്ടുള്ള വെള്ളം കൊണ്ടാണ്. ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഉണ്ണിക്കുള്ള സാധനങ്ങൾ വാങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു 4 ഡബിൾ മുണ്ട് ഉണ്ട്. ബാക്കി എത്രയുണ്ടെന്ന് കറക്റ്റ് എണ്ണിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം ഉണ്ട്, ആവശ്യത്തിന് ഉള്ളതുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഒരു ബക്കറ്റ്, ഇതുപോലത്തെ ഒരു ബക്കറ്റാണ്. ഇതിപ്പോൾ എൻ്റെ ചേച്ചി വാങ്ങി തന്നതാണ്. ചേച്ചി ഇതുപോലെ ഒരു ബക്കറ്റ്, ഒരു ചെറിയ സ്റ്റൂള്, അതായത് ബെഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ഹൈറ്റില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റൂള് കുഞ്ഞൊരു സ്റ്റൂള് വാങ്ങി തന്നു. പിന്നെ ഒരു ബക്കറ്റും വാങ്ങി. അപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിലാണ് എനിക്കും ഉണ്ണിക്കും വേണ്ട മുണ്ടുകൾ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒരു മുണ്ട്, ഉപയോഗിക്കാത്തൊരു മുണ്ട്, അതും കഴുകി വെച്ചതാണ്. ഞാനൊരു മുണ്ടാദ്യം കവർ ചെയ്ത്, ഓട്ടയുള്ളതാണല്ലോ, ഹോൾസ് ആണല്ലോ, നിറച്ച് ഓട്ടയാണ്. അപ്പോൾ പൊടി വരും. അപ്പോൾ പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുണ്ട് ഇതുപോലെ ഇങ്ങനെ കഴുകിയാലേ ഒരു മുണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് മുണ്ടുകളൊക്കെ കഴുകി മടക്കി വെച്ചിരിക്കുന്നത്. പുറത്തെടുക്കുന്നില്ല. ആദ്യം വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള മുണ്ടുകളാണ്. അപ്പോൾ ചിലപ്പോൾ ലേബറിൽ നിന്ന് പെട്ടെന്ന് മുണ്ട് ചോദിക്കുമ്പോൾ ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള മുണ്ടുകൾ ആണ് ആദ്യം വെച്ചിരിക്കുന്നത്. 4 ഞാൻ മതിയാവുമായിരിക്കും. നമുക്കതുപോലെ കെട്ടി വെച്ചിട്ടുണ്ടായില്ല അല്ലേ, അങ്ങനെ വെച്ചിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് അത് പെട്ടെന്ന് എങ്ങാനും കട്ട് ചെയ്യേണ്ടി വരുമെങ്കിലോ വിചാരിച്ച് നമ്മളൊരു കത്രിക കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്രിക കൂടി, അത് സെയിം ബ്ലൂ കളറാണല്ലേ, കത്രിക കൂടി വെച്ചിട്ടുണ്ട് പുറത്ത്. അങ്ങനെ ഇതിൽ തുണികളാണ്. ഇനി പിന്നെ ഒരു കുഞ്ഞി ബാഗ് കേട്ടോ. കുഞ്ഞൊരു ബാഗാണ്. ഇതിലുള്ളത് അമ്മയുടെ ഡ്രസ്സുകളാണ്. അമ്മയുടെ നൈറ്റി, അതുപോലെ മുണ്ടല്ല, പുതപ്പ്, ബെഡ്ഷീറ്റ്, ഒരു പുതപ്പ്, പിന്നെ അമ്മയ്ക്കൊരു ടോപ്പ്. പിന്നെ അമ്മയ്ക്ക് നൈറ്റിയാണ്, 2 നൈറ്റി കൂടി ഉണ്ട്. അത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുക. തുന്നലല്ലേ, ഒറ്റ തയ്യലല്ലേ. അപ്പോൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങി കഴിയുമ്പോൾ അത് ഒരു വട്ടം കൂടി അടിക്കാൻ കൊടുക്കാറുണ്ട് ഫുള്ള്. അപ്പോൾ അങ്ങനെ കൊടുത്തേക്കാണ്. ഇനിയുണ്ട് 2 ജോഡി നൈറ്റി കൂടി ഉണ്ട്. ഇതിൽ അമ്മയുടെ കാര്യങ്ങളാണ്. ഇനി അമ്മയ്ക്ക് എന്തൊക്കെ വെക്കാനുണ്ടാവും, അമ്മയ്ക്ക് ചാർജർ വെക്കാനുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അമ്മയുടെ ഇങ്ങനെ വെക്കാനുണ്ട്. അതിൽ ഇപ്പോഴും ഗ്യാപ്പ് ഉണ്ട് ബാഗിൽ. പിന്നെ ഇതിൻ്റെ സൈഡുകളിൽ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്ത ഇട്ട ഡ്രസ്സുകളൊന്നും കൂടെ കഴുകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വെയിൽ കാലാവസ്ഥ ഇതായ കാരണം ചിലപ്പോൾ ഇട്ടപ്പോൾ തന്നെ ഉണങ്ങി കിട്ടുമായിരിക്കും. എന്നാലും നമ്മളൊന്നും കരുതിയിട്ടുണ്ട്. അതുപോലെ
അപ്പുറത്തുള്ളതാണ്. ഇനി എൻ്റെ തുണികളുണ്ട്. എൻ്റെ തുണികൾ ഫുള്ള് കിട്ടിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കാണ്. ഇന്നും നാളേക്കായിട്ട് അത് കിട്ടുക. ഇത് ഞാൻ ചേച്ചി തന്ന വാട്ടർപ്രൂഫിലാണ്. ഇത് നമ്മൾ അകത്തേക്ക് വയ്ക്കണ്ട, കാരണം നമുക്കൊന്ന് നന്നായി കഴിയില്ല. ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റൂല. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ബാഗിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാം. ഇതിൽ ഞാൻ ഒരു കവർ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞില്ലേ, 2 ഉടുപ്പുകൾക്ക് കുഞ്ഞ് ഇറക്കമില്ലാത്ത ഫുൾ ഇറക്കമില്ലാത്ത ഉടുപ്പുകളാണ് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അഡ്മിറ്റായി അപ്പം തന്നെ ലേബർ റൂമിലേക്ക് കയറ്റുമെന്ന് അറിയില്ലല്ലോ. അപ്പം അതിന് മുമ്പ് ഇട്ട് നടക്കാനായിട്ട് ആ ഉടുപ്പിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ട് ചെറിയ 3/4 ട്രൗസേഴ്സ്, പാൻസ്, ഫുള്ള് ഇറക്കില്ല, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇത് 2 എണ്ണം. പിന്നെ എനിക്ക് തോർത്ത്, ഇതാണ് ഞാൻ പറഞ്ഞ ഫുൾ നൈറ്റി, 2 സ്കേർട്ട്. പിന്നെ ഒരു ജോഡി നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇടാൻ പറ്റിയാൽ ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ജോഡി. പിന്നെ നമ്മുടെ ഇവിടെ ജില്ലാശുപത്രിയിൽ ലേബർ റൂമിലേക്ക് കയറ്റുമ്പോൾ നമ്മൾ വെള്ള മുണ്ടും വെള്ള ഷർട്ടുമാണ് ഇട്ട് കയറ്റുക. അപ്പം അതിന് വേണ്ടി ഒരു പുതിയ ഷർട്ട് വാങ്ങി, കോട്ടൻ്റെ ഷർട്ട് വാങ്ങി. അതാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ആദ്യം വയ്ക്കാം, മുകളിൽ വയ്ക്കാം. ഇനിയും എനിക്ക് 2 തയ്ച്ച് കിട്ടാനുണ്ട് നൈറ്റികൾ. പിന്നെ നമുക്കൊരു തോർത്തെടുക്കണം. ബാഗിന് സ്പേസ് ഉണ്ട്. അപ്പോൾ 2 നൈറ്റി, പിന്നെ ഇന്നേഴ്സ്. ഓക്കെ, ഇത്രയും. നമ്മൾ പാഡൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പാഡൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ചിലർ പാക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ പാഡൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. വേണ്ട, കളിയൊക്കെ കാര്യമായി. നമുക്ക് സാധനങ്ങൾ അതിലേക്ക് കയറാനുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ തന്നെ ഫുള്ള് ക്ഷീണം വരുന്നുണ്ട്. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, ഒരു 8 ദിവസമൊക്കെ ആയിട്ടുണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇനി അപ്പോൾ കാരണം എനിക്കറിയില്ല, ഇനി എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എപ്പോഴാണ് പോകാമെന്നറിയില്ല. ഓക്കെ, ഇനി പിന്നെയുള്ളത് നമുക്ക് കവറാണ്, ഒരു കിറ്റാണ്. ഇതിലാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഏതെങ്കിലും ബാഗിൽ സ്ഥലം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ കിറ്റ് അങ്ങനെയാണ് ആ ബാഗിലേക്ക് വെക്കാം. നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസാണ്. പേസ്റ്റും ഒരു 5 രൂപയുടെ വിമ്മ്, 5 രൂപയുടെ വിമ്മും ഒരു ചെറിയ 10ൻ്റെ 20ൻ്റെ പേസ്റ്റും. പിന്നെ ഇതിൽ ഉപ്പാണ്, ഉപ്പ് ആവശ്യം വരുമായിരിക്കും. പിന്നെ അതിൽ പഞ്ചസാര. അമ്മ ഷുഗർ കൂട്ടില്ല, മധുരം കഴിക്കില്ല. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ചായ വാങ്ങിച്ചിട്ട് പഞ്ചസാരയിട്ട് കഴിക്കരുത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് 2 ഫ്ലാസ്ക് വേണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ നമുക്ക് പഞ്ചസാര കയ്യിലുണ്ടെങ്കിൽ വിത്തൗട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ തുണി ഉണക്കാനിടാനായിട്ട് ക്ലിപ്പുകൾ, ഒരു ഇത്ര വാങ്ങിച്ചോളൂ. പിന്നെ ഇതാണ് നമ്മുടെ സോപ്പ് പെട്ടി കേട്ടോ. സോപ്പ് പെട്ടി വേറെ വാങ്ങിയിട്ടൊന്നുമില്ല. ഇതെനിക്ക് പിന്നെ കാണാൻ വരുമ്പോൾ ആരോ നട്ട്സൊക്കെ
കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ പെട്ടി ഞാൻ സോപ്പ് പെട്ടിയാക്കി. ഇതിലുള്ളതൊന്ന് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റുന്നു. ഒന്ന് ചന്ദ്രികയുടെ സോപ്പ്. ഇത് നമുക്ക് തേപ്പ് ഇല്ലാണ്ട് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ് പെട്ടി കേട്ടോ. പിന്നെയുള്ളത് ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിരുന്നു നമ്മളൊരു ഫ്ലാസ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്ലാസ്ക് മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്ക് വാങ്ങി. യൂസ് ചെയ്തിട്ടില്ല, നല്ലോണം നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഫ്ലാസ്ക്. പിന്നെ നമുക്ക് നല്ലൊരു പാത്രം, ചൂടാറാത്തൊരു പാത്രമാണ്. തിളപ്പിച്ചു അല്ലെങ്കിൽ ഫുഡ് നമുക്ക് എടുത്ത് വെക്കണമെങ്കിലോ. പിന്നെ ഒരു 2 സ്പൂൺ, പിന്നെ പാരച്യൂട്ടിൻ്റെ ഒരു കുഞ്ഞി 20-ൻ്റെ വെളിച്ചെണ്ണ. ഇത്രയാണ് ഈ ഒരു കിറ്റിലുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്ക് 2 പ്ലേറ്റ് കൂടി വേണം, അതുപോലെ 2 ഗ്ലാസ് കൂടി വേണം. അത് നമ്മൾ ആ സമയത്ത് എടുത്ത് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, ചെപ്പിന് പോകുമ്പോഴേ. അതുപോലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് മെഡിക്കൽ റിപ്പോർട്ടുകൾ, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ് റിപ്പോർട്ട്, കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു ചെക്കപ്പ് കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ബാഗിൽ പാക്ക് ചെയ്തിട്ടില്ല. പിന്നെ നല്ലൊരു പേന കൂടി വേണേ. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ സൈൻ ചെയ്യാനും അതുപോലെ പേരെഴുതി കൊടുക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു പേന ഒക്കെ ഫയലിൽ വേണം. അതിൽ ഇനി നമുക്ക് തുണികൾ വരാനുണ്ട്. അപ്പോൾ ബാഗ് ഫില്ലായില്ലെങ്കിൽ നമുക്ക് ഈ കിറ്റിലുള്ള പാത്രങ്ങളും അതുപോലെ പേസ്റ്റും സോപ്പൊക്കെ ബാഗിലേക്ക് ആക്കണം, കിറ്റ് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ 1, 2, 3, 4 സംഭവങ്ങളാണ്, 4 ബാഗിലാക്കിയിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഉണ്ണി ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെ വാങ്ങണമെന്ന്. വെറ്റ് വൈപ്സ്, അതുപോലെ ഹിമാലയയുടെ ഒരു കിറ്റ് ഉണ്ടല്ലോ, ജോൺസൺസ് ബേബിയുടെ, അങ്ങനെ ഒരു കിറ്റ് വാങ്ങി അതിലെല്ലാം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുട്ടിയുടുപ്പുകൾ ഒക്കെ ആ ടൈമിൽ വാങ്ങുന്നുള്ളൂ. ഇപ്പോഴേ വാങ്ങി കൊണ്ടുവയ്ക്കുന്നില്ല, ഇറക്കി വെക്കാൻ സമയത്ത് വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇത്രയും വാങ്ങുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സ് മാത്രമേ എനിക്കും അമ്മയ്ക്കുള്ള ഡ്രസ്സ് മാത്രമേ കിട്ടാനുള്ളൂ. പിന്നെ തോളത്ത് വാങ്ങണം. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം പാക്കായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. എന്തെങ്കിലും പെയിനോ കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പം എടുത്തുകൊണ്ട് ഓടണം. പിന്നെ 21-ാം തീയതി എനിക്കൊരു പരിശോധനയുണ്ട്, 21-ാം തീയതി. അപ്പോൾ അന്നറിയാം നമുക്ക് എന്നാ നമ്മുടെ അടുത്ത് അഡ്മിറ്റ് ആകുമ്പോൾ അറിയാമെന്ന്. ഡേറ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏപ്രിൽ 7-ആണ്. ഏപ്രിൽ 7. അപ്പോൾ ചിലപ്പോൾ അതിന് മുമ്പാവും, ചിലപ്പോൾ അതിന് ശേഷമാവും. 21-ാം തീയതി നമുക്ക് അറിയാൻ പറ്റും. അതിന് മുന്നേ എന്തെങ്കിലും പെയിൻ വന്നാൽ ഇതൊക്കെ എടുത്തുകൊണ്ട് ഓടണം. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു.